അതുകൊണ്ടാണ് പത്മരാജന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു സിനിമ കാണുകയാണെന്ന് തോന്നാത്തത്. മറ്റാരുടെയോ ജീവിതം ഒളിഞ്ഞിരുന്ന് നോക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. പത്മരാജന്റെ കഥാപാത്രങ്ങൾ ആരും അമാനുഷ്യരല്ല. അവർ സാധാരണക്കാരാണ്. അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അവർ ചിലപ്പോൾ കരയും, ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ കുറ്റബോധം തോന്നും, അത് അനുഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ അവരുടെ തന്നെ മനസ്സിന് അവർക്ക് പോലും മനസ്സിലാക്കാത്ത വിഷമത്തിൽ അവർ ഇരുന്ന് കരയുന്നതും കാണാം. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് പത്മരാജന്റെ സിനിമകളെ വേറിട്ട് നിർത്തുന്നത്. 1980-കളിൽ മോഹൻലാൽ അതിവേഗം വളർന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. എന്നാൽ പത്മരാജൻ അദ്ദേഹത്തിന്റെ മറ്റാരും കാണാത്ത ഒരു അഭിനേതാവിനെ കണ്ടു. തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മലയാള സിനിമയിലെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രങ്ങളിൽ ഒരാൾ. ഒരു വശത്ത് ഗ്രാമത്തിലെ ഗൗരവമുള്ള ഒരു യുവാവ്, മറുവശത്ത് നിയന്ത്രണമില്ലാത്ത വികാരങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യൻ. അവൻ രണ്ട് സ്ത്രീകളെ സ്നേഹിക്കുന്നു. പക്ഷെ അത് വെറും പ്രണയ ത്രികോണമല്ല, മനുഷ്യ ഹൃദയത്തിന്റെ ആശയക്കുഴപ്പമാണ്. ജയകൃഷ്ണനെ നല്ലവനെന്നോ മോശക്കാരനെന്നോ വിധിക്കാൻ പ്രേക്ഷകന് കഴിയില്ല. അതാണ് പത്മരാജന്റെ വിജയവും. മഴയും പ്രണയവും ഓർമ്മകളും ചേർന്ന തൂവാനത്തുമ്പികൾ പിന്നീട് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. ഇന്ന് പോലും മഴ പെയ്യുമ്പോൾ ആ സിനിമയെ ഓർക്കുന്ന പ്രേക്ഷകർ അനേകരാണ്. പ്രണയത്തിന് പുതിയ ഭാഷ നൽകിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, സോളമൻ, സോഫിയ, ഈ രണ്ട് കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ഈ സിനിമയിലെ പ്രണയം വെറും പ്രണയമല്ല, അത് പ്രതീക്ഷയാണ്, സ്വാതന്ത്ര്യമാണ്, ജീവിതത്തെ മനോഹരമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കണ്ട പലരും പിന്നീട് പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു: പ്രണയത്തെ ഇത്ര മനോഹരമായി ചിത്രീകരിച്ച സിനിമകൾ വളരെ കുറവാണ്. പത്മരാജന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒരേ പാറ്റേണിൽ സിനിമകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അരപ്പട്ടേകട്ടെ ഈ ഗ്രാമത്തിൽ ഒരു ദുരൂഹ ഗ്രാമത്തിന്റെ കഥ. മൂന്നാം പക്കം ഒരു മുത്തച്ഛന്റെയും കൊച്ചുമകന്റെയും ഹൃദയസ്പർശിയായ ബന്ധം. സീസൺ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തും കുറ്റലോകവും പശ്ചാത്തലമാക്കിയ ത്രില്ലർ. ഇന്നലെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെ മനുഷ്യബന്ധങ്ങളെ പരിശോധിക്കുന്ന ചിത്രം. ഓരോ സിനിമയും പുതിയ അനുഭവം, ഓരോ കഥാപാത്രവും പുതിയ മനുഷ്യർ, പുതിയ താരങ്ങളെ കണ്ടെത്തിയ പത്മരാജൻ. ഒരു സംവിധായകന്റെ മഹത്വം സിനിമകളിൽ മാത്രമല്ല, അദ്ദേഹം കണ്ടെത്തുന്ന പ്രതിഭകളിലും കാണാം.